കുറഞ്ഞ ചിലവിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊന്ന് ഊട്ടി കണ്ടിട്ട് വന്നാലോ. ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ കോയമ്പത്തൂർ ട്രെയിൻ പിടിക്കുക. കോയമ്പത്തൂരിൽ നിന്ന് എപ്പോഴും ഊട്ടിയിലേക്ക് ബസ്സുണ്ട്. വെളുപ്പിന് തന്നെ നമ്മൾ ഊട്ടിയിൽ എത്തുന്നതാണ്. ഊട്ടിയിലെ ഹോളിഡേ ഹോംസിലേക്ക് നിങ്ങൾ പാക്കേജ് എടുത്തിട്ട് പോവുക. ഓഫ് സീസൺ ഒക്കെ ആണെങ്കിൽ വെറും 600 രൂപയും ഈ ഒരു വണ്ടിയും അവർ നമുക്ക് കൺസിഡർ ചെയ്ത് തരും. റൂമിന്റെ ഫ്രണ്ട് ഇതുപോലെ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. പാർക്കിംഗ് ഏരിയയും പാർക്കും അടിപൊളി ചെടികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റ് വ്യൂ ആണ് കേട്ടോ. ഇതിന്റെ ടെറസിന്റെ മുകളിൽ നിന്നാലും അടിപൊളി സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ അവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ബോട്ട് ഹൗസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ബോട്ട് ഹൗസിന്റെ എൻട്രി ടിക്കറ്റും ഫീസും ഒക്കെ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ മനോഹരമായ ഒരു ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. അവിടെ 20 മിനിറ്റ് ലേക്കിൽ, അതായത് ഊട്ടി ലേക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടിയുടെ തന്നെ ഡിഫൻസ് ഏരിയ വഴിയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 6-7 സ്ഥലങ്ങൾ ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ പെർ പേഴ്സൺ 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് താഴെ മാത്രമാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഗൈഡ് നമ്മളുടെ കൂടെ ഉണ്ടാവും. പുള്ളിക്കാരൻ നമ്മളുടെ അടുത്ത് മലയാളത്തിൽ പറയും, ഹിന്ദിയിൽ പറയും, ഇംഗ്ലീഷിൽ പറയും, എല്ലാ ഭാഷയിലും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള തേയില തോട്ടങ്ങളും മൗണ്ടെയിൻസും അടിപൊളി സ്ഥലങ്ങൾ, അതായത് മെയിൻ ആയിട്ടും ഊട്ടിക്ക് പോകുന്ന സമയങ്ങൾ, അതായത് പൈൻ ഫോറസ്റ്റ്, ഷൂട്ടിംഗ് വാല്യൂ അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഹിഡൻ പോയിന്റ്സുകളില്ലേ, അവിടെയാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഊട്ടിയിൽ ഒരു തവണ പോയിട്ടുള്ളവർ പോയാലും പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിൽ പോവാത്ത സ്ഥലങ്ങളാണ് ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഏതെന്ന് വെച്ചാൽ ഒരു 2-2.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ ട്രക്കിംഗ് പോലത്തെ സംഭവം. ഓടി കയറിയത് കൊണ്ട് ഞാൻ കുറച്ച് ക്ഷീണിച്ചു. അങ്ങനെയാണ് അവിടെ കയറിയിരുന്നത്. പക്ഷേ കയറി അങ്ങ് മുകളിലെത്തിയപ്പോൾ എൻ്റെ പൊന്നു മക്കളെ ഒരു അട്ടാറ് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരത്തോളം ഇങ്ങനെ മഞ്ഞും മലയും മേഘങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി തണുപ്പും ഒക്കെ ആയിട്ട് ഒരു സെറ്റ് സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ മേഘങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ താഴെ കൂടെ കാണുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് പോകണം കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. ടീ ഫാക്ടറിയുടെ അടുത്ത് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി വരുന്നത്. ഇവര് നമ്മളടുത്ത് പറയും ഇന്ന സ്ഥലത്ത് 1.5 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂറുണ്ട്, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കയറ്റി വിടും. പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്ത് വന്നത് അത്രയും സേഫും സെക്യൂറും ആണ്. പിന്നെ നമ്മൾ ടീ ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളും ആ ഗൈഡ് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും കേട്ടോ. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ, അതെല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കയറും. അവിടെയും നമുക്ക് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ഹോം മെയ്ഡ് സാധനത്തിൻ്റെ മറ്റേ സാമ്പിൾ നമുക്ക് തരും. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കി നടന്ന് അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. 55 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു അടിപൊളി സ്ഥലം. ലാൻഡ്സ്കേപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ആ ടിക്കറ്റിന് തന്നെ 100 രൂപ. പക്ഷെ വെർത്താണ്. കാരണം വെച്ചാൽ അത്രയും മനോഹരമായിട്ടാണ് അവർ ആ ടിക്കറ്റ് തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉള്ളിലോട്ട് കയറുമ്പോഴും കുറേ ഏരിയ, എനിക്ക് തോന്നുന്നു നടന്നാലും തീരാത്ത അത്രയും പൂക്കളും ഒക്കെ ആയിട്ട് എന്തൊരു മണമാണെന്ന് അറിയാമോ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തെ ഈ പൂക്കളുടെ ഒക്കെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അടിപൊളി വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നവർ ശ്രദ്ധിക്കുക, 7 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും. 7 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ ഉണ്ട്. ആ ഒരു വയലറ്റ് ഡാലിയൊക്കെ കാണാൻ അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ. അത്രയും രസമുള്ള ഏരിയാസ് ആയിരുന്നു. പിന്നെ പർച്ചേസിങ്ങിന് ടൈം തന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവർ നമ്മൾ ഒരു 6-7 സ്പോട്ടുകൾ, ഹിഡൻ സ്പോട്ടുകൾ കാണിച്ച് തന്നിട്ടാണ് റൂമിൽ കൊണ്ടാക്കിയത്. റൂമിലെത്തിയപ്പോഴത്തേക്കും ഇതായിരുന്നു അന്നത്തെ കാലാവസ്ഥ. എന്തായാലും വളരെ 1000 രൂപയ്ക്ക് താഴെ ആയിട്ടുള്ളൂ. ഒന്ന് പോയി നോക്കല്ലേ.